എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കേട്ടിട്ട് കാറ്റഗറി 2 സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഭാഗങ്ങൾ ഒന്ന് അരിച്ചു പറക്കി പോവുകയാണ്. അപ്പൊ നിലവില് പരീക്ഷ എഴുതി കഴിഞ്ഞവർക്കും ഇനി 19-ാം തീയതിയും 18-ാം തീയതി നടക്കുന്ന പരീക്ഷ എഴുതുന്നവർക്കും ഇനി കാറ്റഗറി 2 അകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്ന് ഒന്ന് അറിയാൻ വേണ്ടി കയറിയേക്കുന്നവർക്കും ഒക്കെ നമ്മൾ ഈ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാറ്റഗറി 2 സയൻസുമായി ബന്ധപ്പെട്ടവർ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടവർ മാത്രം ഇതിൽ നിൽക്കുക. കാറ്റഗറി 2 സോഷ്യൽ സയൻസ് വേണ്ടവർ മാത്രം ഇതിൽ നിൽക്കുക. കാറ്റഗറി 1 കാറ്റഗറി 3 കാറ്റഗറി 4 ഒന്നും ഇത് ആവശ്യമില്ല എന്നുള്ളത് ആദ്യം തന്നെ പറയുകയാണ്. പിന്നെ നമ്മുടെ ക്ലാസ് എടുക്കുന്നത് അൽഫോൻസ് ടീച്ചറാണ്. ക്ലാസ് നമുക്ക് തുടങ്ങാം. വേറെ തടസ്സങ്ങളൊന്നുമില്ല. നമുക്ക് പതുക്കെ ക്ലാസ് ആരംഭിക്കാം. ക്ലാസ് നയിക്കുന്നതിനായിട്ട് ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ മൈക്ക് ഓൺ ആക്കിയാൽ ദയവായിട്ട് ഓഫ് ആക്കാൻ അറിയാവുന്നവർ മാത്രമേ ഓൺ ആക്കാവുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഉണ്ടാവരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് തീർത്ത് തന്നെ പോവാം. ഓക്കെ ടീച്ചറെ, നമുക്ക് തുടങ്ങിയാലോ? ആയിക്കോട്ടെ ടീച്ചറെ. അപ്പൊ നമ്മള് കാറ്റഗറി 2 സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നടക്കുക. ഓക്കെ, മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന ഒരു സർവകലാശാലയുടെ പേരെഴുതുക. അതായത് മെൻഷൻ എ യൂണിവേഴ്സിറ്റി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മെഡീവൽ ഇറ്റലി. കേംബ്രിഡ്ജ്, കൊർഡോവ, ദെൻ പാരീസ്, പാദുവ എന്നിവയായിരുന്നു ഓപ്ഷൻസ് തന്നിരുന്നത്. അപ്പം ഇത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി 3യുമായി ബന്ധപ്പെട്ട ഒരു പോർഷനിലെ ഭാഗമാണിത്. ഇറ്റലിയുടെ കാര്യങ്ങൾ, മെഡീവൽ ഇറ്റലിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റഗറി 3യുടെ പോർഷനിൽ വരുന്നതാണ്. പക്ഷെ നമുക്കിപ്പം 2ലും ഇത് ചോദിച്ചിട്ടുണ്ട്. കാരണം ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന മെഡീവൽ ഇറ്റലിയിൽ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ബോൾഗാന, ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് പാദോ, ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് നാപ്പിൾസ് ഫോർഡിയോ, ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് സീനിയ, ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് പിസ എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഉത്തരം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് പാദുവ എന്നുള്ളതാണ്. അതായത് മിഡീവൽ ഇറ്റലിയിൽ അല്ലെങ്കിൽ മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന സർവകലാശാലയുടെ പേര് എന്ന് പറയുന്നത് പാദുവയാണ്. ബാക്കിയുള്ളതൊന്നും ഇറ്റലിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇറ്റലിയിൽ നിലനിന്നിരുന്ന സർവകലാശാലകളല്ല എന്നുള്ളത് കൂടി ഓർമ്മിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെരുമ്പടപ്പ് സ്വരൂപം നിലനിന്നിരുന്ന പ്രദേശം കണ്ടെത്തുക എന്നുള്ളതാണ്. പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്നത് കൊച്ചി രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്നത് പല സ്വരൂപങ്ങളുണ്ട്. സംഘകാലവുമായി അല്ലെങ്കിൽ വട്ടെഴുത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ പറയുന്ന സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ ഈ പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്നത് കൊച്ചിയുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള ഓർമ്മിക്കുക. ദ പെരുമ്പടപ്പ് സ്വരൂപം വാസ് ദ റൂളിംഗ് ഡൈനാസ്റ്റി ഓഫ് ദ കിങ്ഡം ഓഫ് കൊച്ചിൻ. അതായത് കൊച്ചിൻ രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. റോമ സാമ്രാജ്യത്തെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത് കാറ്റഗറി 3യിലാണ്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം എന്ന് പറയുന്നത് ക്ലാസ് 6ലെ പുതിയ ടെക്സ്റ്റില് നമുക്ക് ഈ പറയുന്ന റോമ സാമ്രാജ്യത്തെയും അതുപോലെ തന്നെ ഇറ്റലിയുമായി ബന്ധപ്പെട്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഓർമ്മിച്ചു വെക്കണം. കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. അതായത് ദി ക്യാപിറ്റൽ ഓഫ് ദി ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. ഏറ്റവും അത് അറിയപ്പെടുന്ന ബൈസന്റിയം എന്ന പേരിലാണ് അറിയപ്പെടുക. പിന്നീടാണ് അത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേരിലോട്ട് മാറിയത്. ഓർമ്മിച്ച് വെക്കണം, ആദ്യത്തെ പേര് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് ബൈസന്റിയം എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് അതിനെ റീനെയിം ചെയ്ത പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുക. അപ്പൊ ഇത് ഓർമ്മിച്ച് വെക്കുക, റോമൻ എംപയറുമായിട്ട് ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ ഇന്ന് ഈ പറയുന്ന ഈ സിറ്റി അറിയപ്പെടുന്ന ഇസ്താംബുൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ടർക്കി ആണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. അപ്പം കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്നത് കൊച്ചി രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന ഒരു സർവകലാശാലയുടെ പേര് എന്ന് പറയുന്നത് പാദുവാണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. അടുത്ത കാര്യമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. കുളച്ചൽ യുദ്ധം നടന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കുളച്ചൽ യുദ്ധത്തിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ കുളച്ചൽ യുദ്ധം നടന്നത് എന്ന് പറഞ്ഞാൽ 1741 അപ്പൊ അത് ആൻസർ എന്ന് പറഞ്ഞാൽ 1741. അതായത് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. അതുപോലെ തന്നെ ഈ ഒരു ബാറ്റിൽ എന്ന് പറയുന്നത് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടത്തിയിട്ടുള്ള യുദ്ധമാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നടത്തിയിട്ടുള്ള യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഇതില് ട്രാവൻകൂർ ആണ് വിക്ടറി നേടിയിട്ടുള്ളത് എന്ന് ട്രാവൻകൂർ victory marked one of the most major defects of European colonial
പവർ ബൈ ആൻ ഇന്ത്യൻ കിങ്ഡം. അതായത് ഈ പറയുന്നത് ഓർമ്മിച്ചു വെക്കുക, കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് ഡീറ്റെയിലും നമുക്ക് ആവശ്യമില്ല. മാർത്താണ്ഡവർമ്മയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നടത്തിയിട്ടുള്ള യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറഞ്ഞത്. നടന്ന വർഷം എന്ന് പറഞ്ഞത് 1741. അപ്പം ഇതിന്റെ അകത്തെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്താണ് കിട്ടൂർ ചെന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് എവിടെയായിരുന്നു എന്ന് പറഞ്ഞത്. കിട്ടൂർ ചെന്നമ്മ എന്ന് പറയുന്നത് ഫ്രീഡം ഫൈറ്റർ എന്നുള്ള ഓർമ്മിക്കുക. അപ്പം കിട്ടൂർ ചെന്നമ്മ പോരാടിയത് എന്ന് പറയുന്നത് കർണാടകയിലാണ് പോരാടിയിട്ടുള്ളത്. കിട്ടൂർ ചെന്നമ്മ ദ ക്യൂൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് കിട്ടൂർ പ്രസന്റ് ദാറ്റ് ഇസ് ഇൻ കർണാടക. അപ്പം കർണാടകയിലാണ് കിട്ടൂർ ചെന്നമ്മ പോരാടിയിട്ടുള്ളത്. ദെൻ അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കർണാടകമാണെന്നുള്ള ഓർമ്മിച്ചു വെക്കുക. ദെൻ ആ ഒരു യുദ്ധം നടന്നത് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഫോർട്ട് നടന്നത് എന്ന് പറയുന്നത് 1824 ആ ഒരു യുദ്ധം നടന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് കിട്ടൂർ ചെന്നമ്മയുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. കിട്ടൂർ ചെന്നമ്മ എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് ഓഫ് കിട്ടൂർ എന്ന പേരിലാണ് അറിയപ്പെടുക. അതുപോലെ തന്നെ കിട്ടൂർ എന്ന് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാടിയിട്ടുള്ള വനിതയാണ് കിട്ടൂർ ചെന്നമ്മ എന്ന് പറയുന്നത്. 1824 ഇവര് പോരാടിയത്. അടുത്തതാണ് കുമിൾ ശിലകൾ രൂപപ്പെടുന്നതിനുള്ള കാരണം എന്ത് എന്ന് പറയുന്നത്. കുമിൾ ശിലകൾ എന്ന് പറയുന്നത് അഥവാ മഷ്റൂം റോക്സ് എന്ന് പറയുന്നത് വിൻഡ് ഇറോഷന്റെ ഭാഗമായിട്ട്, അതായത് കാറ്റിന്റെ അപരദന ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ് കുമിൾ ശിലകൾ എന്ന് പറയുന്നത്. അഥവാ മഷ്റൂം റോക്സ് എന്ന് പറയുന്നത് കാറ്റിന്റെ അപരദനത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ്. അപ്പം കാറ്റിന്റെ ഘാതന പ്രക്രിയ മൂലം രൂപം കൊള്ളുന്നതാണ് എന്ത് പറയുന്നത് കുമിൾ ശിലകൾ എന്ന് പറയുന്നത്. മഷ്റൂം റോക്സ് അതുപോലെ തന്നെ ഈ പറയുന്ന വിൻഡ് ഇറോഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വിൻഡ് ഇറോഷനോ കാറ്റിന്റെ ഘാതന പ്രവർത്തികളിൽ നിന്നോ അല്ലെങ്കിൽ മരുഭൂമിയിൽ ഉണ്ടാകുന്ന ചില ഭൂരൂപങ്ങളിൽ നിന്നോ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. മരുഭൂമിയിൽ ഉണ്ടാകുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കാറ്റാണ്. അതായത് നദീജന്യ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത് ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, അതുപോലെ തന്നെ ചുണ്ണാമ്പുകല്ല്, ശക്തമായിട്ടുള്ള അതുപോലെ തന്നെ ഹിമാനികള് തുടങ്ങിയവയെല്ലാം വഴിയിട്ടാണ് ഈ പറയുന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഭൂരൂപങ്ങൾ എന്ന് പറയുന്ന സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നദീജന്യ ഭൂരൂപങ്ങൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒഴുകുന്ന ജലത്തിന്റെ അപരദന നിക്ഷേപ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ്. യൂരോപ താഴ്വരകളും മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും എല്ലാം ഈ പറയുന്ന നദീജന്യ ഭൂരൂപത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ചുണ്ണാമ്പ് കല്ലിന്റെ അപരദനത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ്. അഥവാ ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങൾ എന്ന് വേണമെങ്കിലും ചോദിക്കാം. അവയാണ് ഈ പറയുന്ന സ്റ്റാലക്മൈറ്റ്, സ്റ്റാലക്ടൈറ്റ്, ചുണ്ണാമ്പ് ഗുഹകൾ തുടങ്ങിയവയെല്ലാം വരിക. അതുപോലെ തന്നെ കാറ്റിന്റെ അപരദന നിക്ഷേപ ഫലമായിട്ട് അല്ലെങ്കിൽ കാർസ്റ്റ് ഭൂപ്രകൃതി എന്നുള്ള രീതിയിലോ മരുഭൂമിയിലെ ഭൂരൂപങ്ങൾ എന്ന പേരിലോ നമുക്കിത് ചോദിക്കാം. അതായത് ഈ പറയുന്ന കൂൺശിലകള്, അതുപോലെ സർക്കേഴ്സ് തുടങ്ങിയവയെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന ഉദാഹരണങ്ങളാണ്. അപ്പൊ അത് ഓർമ്മിച്ചു വെക്കുക. അപ്പം എനിവേ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് കുമിൾ ശിലകൾ രൂപപ്പെടുന്നതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റിന്റെ ഘാതന പ്രക്രിയയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു ഭൂപടത്തിന്റെ തോത എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ 5 കിലോമീറ്ററിനെ കാണിക്കുന്നു എന്നാണെങ്കിൽ ഇത് ഭിന്നക രീതിയിൽ എങ്ങനെ സൂചിപ്പിക്കാം എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന 5 കിലോമീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ കൺവേർട്ട് ചെയ്യേണ്ട മെത്തേഡുകൾ ഓർത്തിരിക്കുക. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്ററും 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്ററും ആണ്. അപ്പോൾ 5 കിലോമീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 5 into 1000, അതായത് 1 കിലോമീറ്ററിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 into 100 എന്നാണ് വരിക. അതായത് 1 കിലോമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു, 100 കിട്ടി. ദെൻ മീറ്റർ കൂടെ ഇൻറ്റു ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുക 1 കിലോമീറ്റർ എന്ന് പറയുന്നതിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എത്രയാണ് കിട്ടുക? ഓക്കെ, മൈക്ക് ഓൺ ആക്കാൻ അറിയില്ല. ഓക്കെ, 1s, 10s, 100s, then 1000, 10,000. ഓക്കെ, എനിവേ ഈ ഒരു രീതിയിലാണ് വരിക. ദെൻ 5 കിലോമീറ്ററിനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും ഈ പറയുന്ന 1 കിലോമീറ്ററിനെ കൺവേർട്ട് ചെയ്ത സെന്റിമീറ്റർ ഇൻറ്റു 5 ആണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്താണെന്നാണ് നമുക്ക് ആ റേഷ്യോ എടുക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1:5
ഈ ഒരു ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ വരിക. അത് ഓർമ്മിച്ച് വെക്കുക. കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മാത്രം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിന്റെ മെത്തേഡ് എന്താണെന്നുള്ളത് ഓർമ്മിച്ച് വെച്ചാൽ മതി. തരുന്ന കിലോമീറ്റർ ഇൻറ്റു ഈ ഒരു 1 കിലോമീറ്ററിനെ നമ്മൾ സെന്റിമീറ്റർ കൺവേർട്ട് ചെയ്യുന്നതിന്റെ മെഷർമെന്റ് ആണ് നെക്സ്റ്റ് തന്നിരിക്കുന്നത്. അത് ഇൻറ്റു കിലോമീറ്റർ ഏതാണോ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റേഷ്യോ കിട്ടും. അതായത് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്നുള്ള ഭാഗം കിട്ടും. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണ് ഇവിടെ RF എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഗ്രീനിച്ച് മെറീഡിയൻ ഏത് എന്നുള്ളത്. ഗ്രീനിച്ച് മെറീഡിയൻ എന്ന് പറയുന്നത് 0 ഡിഗ്രി 90 ഡിഗ്രി അക്ഷാംശം, ദെൻ 0 ഡിഗ്രി രേഖാംശം, 180 ഡിഗ്രി രേഖാംശം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഓർമ്മിച്ച് വെക്കേണ്ടത് ഫസ്റ്റ് വാട്ട് ഈസ് ലോങ്ങിറ്റ്യൂഡ് ആൻഡ് വാട്ട് ഈസ് ലാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിലുള്ളത് ഓർമ്മിച്ച് വെക്കണം. അക്ഷാംശം എന്താണ്, രേഖാംശം എന്താണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കണം. ദെൻ അക്ഷാംശം അഥവാ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ഡിഗ്രി അക്ഷാംശം എന്ന് പറയുമ്പോൾ അത് വരിക ഏതാണ്, ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമധ്യരേഖയാണ് വരിക. ദെൻ ഗ്രീനിച്ച് മെറീഡിയൻ ലൈൻ എന്ന് പറയുമ്പോൾ അത് ലോങ്ങിറ്റ്യൂഡ് ലൈൻ ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ ഗ്രീൻവിച്ച് മെറീഡിയൻ ഈസ് ദ പ്രൈം മെറീഡിയൻ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ്. 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത് പോൾ ടു പോൾ വരുന്ന, അതായത് ഒരു ധ്രുവത്തിൽ നിന്ന് മറ്റൊരു ധ്രുവത്തിലേക്ക് വരുന്ന പോർഷൻ, ആ ഒരു ലൈനാണ് ഈ പറയുന്ന ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ആണ് ഗ്രീൻവിച്ച് മെറീഡിയൻ എന്ന് പറയുന്നത്. 0 ഡിഗ്രി അക്ഷാംശം അഥവാ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമധ്യരേഖയാണ് വരിക. അത് ഓർമ്മിച്ച് വെക്കുക. ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും കൃത്യമായിട്ടും ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വാണിജ്യവാദങ്ങൾ എവിടെ സംഗമിക്കുന്നു എന്നുള്ളത്. അതായത് ട്രേഡ് ഡിഫറൻസ് കൺവേർജ് അറ്റ് വിച്ച് പ്ലേസ്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. നമ്മൾ ട്രേഡ് വിൻസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെമിസ്ഫിയറിലും 2 ഹെമിസ്ഫിയറിലും ബ്ലോ ചെയ്യുന്ന, അതായത് ഇക്വേറ്ററിന്റെ അവിടുന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് ഇക്വേറ്ററിന്റെ 2 വശങ്ങളിലും ഹെമിസ്ഫിയറുകൾ, നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ട്രേഡ് വിൻസ് ഉണ്ട്. ദെൻ ഈ ട്രേഡ് വിൻസ് മീറ്റ് ചെയ്യുന്ന ലോ പ്രഷർ ബെൽറ്റിലാണെന്നുള്ള ഓർമ്മിക്കുക. അതായത് ന്യൂനമർദ്ദ മേഖലയിലായിരിക്കും അത് കൂട്ടിമുട്ടുക. ആ ഒരു സോൺ അറിയപ്പെടുന്ന ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ ഈ പേര് ഓർമ്മിച്ച് വെക്കണം. ഈ പറഞ്ഞ വാണിജ്യവാദങ്ങൾ കൂട്ടിമുട്ടുന്ന ഭാഗം ഏത്, അല്ലെങ്കിൽ തമ്മിൽ യോജിക്കുന്ന ഭാഗം ഏത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അത് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ എന്നുള്ളതാണ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഡോൾഡ്രം മേഖല എന്ന് പറയുന്നത്. ഡോൾഡ്രം മേഖല എന്ന് പറയുന്നത്. ഇപ്പൊ ട്രേഡ് വിൻസ് എന്ന് പറയുന്നത് കാണപ്പെടുക, അല്ലെങ്കിൽ ട്രേഡ് വിൻസ് കൂട്ടിമുട്ടുന്ന ഭാഗം എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലാണ് കൂട്ടിമുട്ടുക. അതായത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലാണ് വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്നത്. അപ്പൊ വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന പർട്ടിക്കുലർ പ്ലേസിന് പറയുന്ന പേരാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ എന്ന പേരിൽ അറിയപ്പെടുക. ഇത് അതുകൂടാതെ ഡോൾഡ്രം മേഖല എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അടുത്തത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്നുള്ളതാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ദോഡാബേട്ട, ആനമുടി, മൗണ്ട് അബു, അഗസ്ത്യമുടി. അത് നോക്കുവാണെങ്കിൽ വെസ്റ്റേൺ ഗൾസിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ വെസ്റ്റേൺ ഗൾസിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ആനമുടിയാണ്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2695 മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് വരിക. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇരവികുളം നാഷണൽ പാർക്ക്, അതായത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഇരവികുളം നാഷണൽ പാർക്കിലാണ് നമുക്ക് ഈ പറയുന്ന ആനമുടി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ആനമുടി അറിയപ്പെടുന്ന എവറസ്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എവറസ്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നതും ആനമുടി തന്നെയാണ്. അപ്പൊ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആനമുടിയാണ് വരിക. അടുത്ത നൽകിയിട്ടുള്ളവയിൽ ഏതിന്റെ ഉൽപാദനത്തിലാണ് കർണാടകം ഒന്നാമത് എന്ന് പറയുന്നത്? ഇത് നമ്മുടെ അഗ്രികൾച്ചറിന്റെ സെക്ഷനിലോട്ട് വരുന്ന ഭാഗമാണ്. കർണാടക സ്റ്റാൻഡ്സ് ഫസ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കോഫി ആണ് വരിക. അതായത് കാപ്പിയാണ് അതിന്റെ ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് കർണാടകയിലെ ഫസ്റ്റ് റാങ്ക്, ഇന്ത്യയിലെ ഫസ്റ്റ് റാങ്ക് അതിന്റെ പ്രൊഡക്ഷൻ വരിക എന്ന് പറയുന്നത് കോഫിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് സിൽക്ക് കൂടിയാണ്. ദെൻ അതുകൊണ്ട് തന്നെ ഈ ഭാഗം അറിയപ്പെടുന്നത് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഓർമ്മിച്ച് വെക്കണം, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നുള്ളതും ചോദിക്കാറുണ്ട്. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കർണാടകയാണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. അപ്പൊ കർണാടകയെ സംബന്ധിച്ച് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട 2 പോയിന്റുകൾ എന്ന് പറയുന്നത് കോഫി പ്രൊഡക്ഷൻ, ഫസ്റ്റ് റാങ്ക് ഇൻ ദ
കോഫി പ്രൊഡക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലീഡിംഗ് പ്രൊഡ്യൂസർ ആണ് സിൽക്കിന്റെ കാര്യത്തിലും, അതായത് മൾബറി സിൽക്കിന്റെ കാര്യത്തിലും. ഇതെല്ലാം കൊണ്ട് തന്നെ ഇവർ അറിയപ്പെടുന്നത് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുക. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കർണാടകയാണെന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. അടുത്തത് ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് എന്നുള്ളതാണ്. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ് വരിക. 78% ആണ് നൈട്രജന്റെ അളവ് വരിക. നമ്മുടെ മിക്കവാറും തന്നെ നമ്മൾ എഴുതാൻ സാധ്യത ഇവിടെ ടിക്ക് ചെയ്തിരിക്കുന്ന പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ ഓക്സിജനോ ആയിരിക്കും. പക്ഷെ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്, 78% ആണ്. ഈ പെർസെന്റേജ് കൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില വർഷങ്ങളിൽ പെർസെന്റേജ് ചോദിക്കാറുണ്ട്. അത് നൈട്രജൻ ആണെന്ന് മാത്രം ഓർത്താൽ പോരാ, അതിന്റെ പെർസെന്റേജ് കൂടെ എത്ര പെർസെന്റേജ് ആണ് അറ്റ്മോസ്ഫിയറിൽ, അറ്റ്മോസ്ഫിയറിൽ ഈ പറയുന്ന ഗ്യാസിന്റെ അളവ്, നൈട്രജന്റെ അളവ് എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഭൗമാന്തരീക്ഷത്തില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിന്ന് മാറുന്നില്ല. ഭൗമാന്തരീക്ഷത്തിൽ കാണപ്പെടുക അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ എന്നുള്ളതും ചോദിക്കാറുണ്ട്. അന്തരീക്ഷ സംരചന എന്ന് പറയുന്നത് അത് ഓർമ്മിച്ചു വെക്കണം. ഈ പറയുന്ന ഗ്യാസസ് ഉണ്ട്, അതായത് വാതകങ്ങളുണ്ട്, പൊടിപടലങ്ങളുണ്ട്, ദെൻ നീരാവി അഥവാ ജലകണങ്ങൾ എന്നുള്ള രീതിയിലും വരാറുണ്ട്. ഇവയെല്ലാം അടങ്ങുന്നതാണ് ഈ പറയുന്ന അന്തരീക്ഷത്തിന്റെ സംരചന എന്ന് പറയാം. ഈ പറയുന്ന പൊടിപടലങ്ങൾ നമ്മൾ ധൂമപാളികൾ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഐസോറുകൾ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പൊ അത് ഓർമ്മിച്ചു വെക്കുക. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയത് ഏത്? ഉപദ്വീപീയ നദി ഹിമാലയ നദി കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഹിമാലയ നദി എന്ന് പറയുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നുള്ളതാണ് ഹിമാലയ നദികൾ. പിന്നീടുള്ളത് അവയുടെ പോഷക നദികളാണ് ഓർമ്മിച്ചു വെക്കേണ്ടത്. സിന്ധുവിന്റെ പോഷക നദികൾ ഓർമ്മിച്ചു വെക്കണം. അതുപോലെ തന്നെ ഗംഗയുടേത് മെയിനായിട്ട് നമ്മൾ ഓർമ്മിച്ചു വെക്കേണ്ടത് യമുനയാണ് ഓർമ്മിച്ചു വെക്കേണ്ടത്. അതുപോലെ തന്നെ ബ്രഹ്മപുത്രയുടേത് ഓർമ്മിച്ചു വെക്കുക. ദെൻ ഇത് ഹിമാലയ നദികളാണെന്നുള്ള ഓർമ്മിച്ചു വെക്കണം. ഹിമാലയ നദികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിന്റെ മഞ്ഞുരുകി രൂപം കൊള്ളുന്ന നദികളാണ് ഹിമാലയ നദികൾ എന്ന പേരിൽ അറിയപ്പെടുക. ദെൻ പിന്നീടുള്ളത് ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപീയ നദികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴക്കാലത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ മൺസൂൺ മഴകളെ ആശ്രയിച്ച് മാത്രം നിലകൊള്ളുന്നതാണ് ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിലനിൽക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലോങ്സ്റ്റ് വെസ്റ്റ് ഫ്ലോവിംഗ് പെനിൻസുലർ റിവർ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അത് നർമ്മദയാണ് വരിക. ഇവിടെ ടിക്ക് ചെയ്തിരിക്കുന്ന ആരോ അയച്ചു വന്ന പേപ്പറാണ്. ഇവിടെ പെരിയാറാണ്. പെരിയാർ ഇന്ത്യയിലെ നദി എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മിച്ചു വേണം കേരളത്തിലേതാണ്. അതൊരിക്കലും നമുക്ക് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടുന്നതല്ല. സിന്ധു, നർമ്മദ, താപ്തി. അപ്പൊ നർമ്മദയും താപ്തിയും മാത്രമേ ഇതിൻ്റെ അകത്ത് ഉപദ്വീപീയ നദികളിൽ വരാറുള്ളൂ. അപ്പൊ നർമ്മദയാണ് ഇതിൻ്റെ അകത്ത് ഉത്തരം കറക്റ്റ് എന്നുള്ള ഓർമ്മിച്ചു വെക്കുക. നർമ്മദ നദിയെ കുറിച്ച് നോക്കുവാണെങ്കിൽ ലോങ്സ്റ്റ് വെസ്റ്റ് ഫ്ലോവിംഗ് പെനിൻസുലർ റിവർ ആണ്. ദെൻ അമർഖാണ്ടക് പീഠഭൂമിയിലൂടെയാണ് ഇത് ഒഴുകുന്നത്, അല്ലെങ്കിൽ അമർഖാണ്ടക്കിലാണ് ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അത് ഓർമ്മിച്ചു വെക്കണം. ഇനി നിങ്ങൾ ഓർമ്മിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യം, ഈ പറയുന്ന നദികളെ കുറിച്ച് പഠിക്കുമ്പോൾ കൃത്യമായും ഓർമ്മിച്ചു വെക്കേണ്ടത് ഏതൊരു നദിയുടെയും ഉത്ഭവം എവിടെ നിന്നാണ് എന്നുള്ളത് ഓർമ്മിച്ചു വെക്കണം. എവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. മെയിൻ ആയിട്ടും അതിന്റെ ഒറിജിൻ കൃത്യമായിട്ടും ഓർമ്മിച്ചു വെക്കണം. അതുപോലെ തന്നെ അത് ഉപദ്വീപീയ നദിയാണോ അതെയോ ഹിമാലയ നദിയാണോ എന്നുള്ളത് ഓർമ്മിച്ചു വെക്കണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എപ്പി സെന്റർ എന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്. എപ്പി സെന്റർ എന്ന് പറയുന്നത് എർത്ത് ക്വയ്ക്കുമായി ബന്ധപ്പെട്ട, അതായത് ഭൂകമ്പവുമായി ബന്ധപ്പെട്ട ടേമാണ് എപ്പി സെന്റർ എന്ന് പറയുന്നത്. അതായത് ഈ എർത്ത് ക്വയ്ക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എപ്പി സെന്റർ എന്ന് പറയുന്നത് ഭൂമിയുടെ ഏത് ഭാഗം, അതായത് ഈ പറയുന്ന എർത്ത് ക്വയ്ക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് രൂപപ്പെടുന്ന ഭാഗം ഏതോ ആ ഒരു പ്ലേസ് ഏതോ ആ പർട്ടിക്കുലർ പോയിന്റിനെ പറയുന്ന പേരാണ് എപ്പി സെന്റർ എന്ന് പറയാം. എപ്പി സെന്റർ എന്ന് പറയുന്നത് ഭൂകമ്പവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. ഭൂകമ്പവുമായി ബന്ധപ്പെട്ട പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഈ പറയുന്ന സീസ്മോഗ്രാഫും അതുപോലെ തന്നെ എപ്പി സെന്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിന്റെ ടൈപ്സ് ഓർത്ത് വെക്കണം. സജീവ അഗ്നിപർവ്വതമുണ്ട്, നിർജീവ അഗ്നിപർവ്വതമുണ്ട്, നിദ്രയിലാണ്ടവയുണ്ട്. ഇതിൽ ഇന്ത്യയിലുള്ള അഗ്നിപർവ്വതം ബാരൻ ദ്വീപും ഉണ്ട്, മർക്കണ്ടവും ഉണ്ട്. അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് കൃത്യമായിട്ടും ഓർമ്മിച്ചു വെക്കണം. വേറെ സജീവ അഗ്നിപർവ്വതം, നിർജീവ അഗ്നിപർവ്വതം എന്ന് പറയുമ്പോൾ അത് ഏത് ആണ് എന്നുള്ളത്, അതിന്റെ വ്യത്യാസം എന്തെന്നുള്ളത് കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ചു വെച്ച് വേണം പോകാൻ. അടുത്താണ് ബംഗാൾ വിഭജിച്ച വൈസ്രോയുടെ പേരെഴുതുക എന്നുള്ളത്.
ബംഗാൾ വിഭജനം നടന്നത് എന്ന് പറഞ്ഞത് 1905 ബംഗാൾ വിഭജനം നടന്നത്. ദെൻ പിന്നീട് അതിനെ ഇല്ലാണ്ടാക്കിയത് 1911 ഈ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് എന്ന് പറയുന്നത് ലോർഡ് കഴ്സൺ പ്രഭു ആണ്. അപ്പൊ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജിച്ച വൈസ്രോയ് എന്ന് പറയുന്നത്. അപ്പൊ ഓർമ്മിച്ചോക്കണം, ലോർഡ് കഴ്സൺ ആണ് ബംഗാൾ വിഭജനം നടത്തിയത്. ഇയർ എന്ന് പറയുന്നത് 1905. ദെൻ അടുത്തതാണ് ഖേദ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്നുള്ളത്. ഖേദ എന്ന് പറയുമ്പോൾ നമുക്ക് ഖേദ സത്യാഗ്രഹമാണ് നിങ്ങൾ ഓർമ്മിച്ചു വെക്കേണ്ടത്. ഇത്രയും നാളെ നമ്മളോട് ഖേദ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു, എന്തിന്റെ പേരിലാണ് ഇവര് സമരം നടത്തിയത് തുടങ്ങിയവയൊക്കെയാണ് ചോദിച്ചത്. പക്ഷെ ദിസ് ഫസ്റ്റ് ടൈം ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചിരുന്നത്. അപ്പൊ ഖേദ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നത് ഗുജറാത്തിലാണെന്നുള്ള ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ ഖേദ സത്യാഗ്രഹമുണ്ട്, ചമ്പാരൻ സത്യാഗ്രഹമുണ്ട്, ദെൻ അഹമ്മദാബാദ് മിൽ സത്യാഗ്രഹമുണ്ട്. ദെൻ ഇതിന്റെ അകത്ത് ചമ്പാരൻ സത്യാഗ്രഹത്തിലാണ് ഗാന്ധിജി ഫസ്റ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങുന്നത്. ചമ്പാരൻ സത്യാഗ്രഹത്തിലാണ്. പിന്നെ ഖേദ സത്യാഗ്രഹം എന്ന് പറഞ്ഞ ഒരു ഭയങ്കര വൈഡായിട്ട് നടന്ന മറ്റൊരു സമരമായിരുന്നു. ദെൻ പിന്നീട് അഹമ്മദാബാദ് മിൽ സമരം, കൃത്യമായിട്ടും അതിന്റെ ഇയറുകളും ഓർത്തിച്ചിട്ടുണ്ട്. 1917 1918 അതായത് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ 1917 ഖേദ സത്യാഗ്രഹവും അതുപോലെ തന്നെ അഹമ്മദാബാദ് മിൽ സത്യാഗ്രഹം എന്ന് പറയുന്നത് 1918 നടന്നിട്ടുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർമ്മിച്ചു വെക്കുക. അതുപോലെ ഖേദ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മഹാത്മാഗാന്ധിയും സർദാർ വല്ലഭായ് പട്ടേലും അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടെന്നുള്ളത് ഓർമ്മിച്ചു വെക്കണം. ഖേദ സത്യാഗ്രഹത്തിന് മഹാത്മാഗാന്ധിയും സർദാർ വല്ലഭായ് പട്ടേലും അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭൗമപാളി ഏത് എന്നുള്ളത്. അത് ലിതോസ്ഫിയർ ആണ് വരിക. The earth crust and the upper part of the mantle together constitute a lithosphere എന്ന് പറയുന്നത്. അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് അതിന്റെ താഴെയുള്ള ഭാഗമാണ് വരിക, അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ലിതോസ്ഫിയർ എന്ന് പറയുന്നത് എർത്ത് ക്രസ്റ്റും മാൻഡിലിന്റെ ഉപരിഭാഗവും കൂടെ ചേർന്ന ഭൗമപാളിയാണ് ഈ പറയുന്ന ശിലാമണ്ഡലം അഥവാ ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ, അതായത് പുതിയ ടെക്സ്റ്റ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ്സിൽ നമ്മുടെ സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ പോയിന്റുകൾ കൃത്യമായ രീതിയിലുണ്ട്. അതുപോലെ നിഫ എന്ന് പറയുന്നത് ഏതാണ്? കോറാണ്. കോറിന് പറയുന്ന മറ്റൊരു പേരാണ് നിഫ എന്ന് പറയുക. അത് ഓർമ്മിച്ച് വെക്കണം. ഇത് സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന് പറയുന്ന ഭാഗത്ത്, ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന പോർഷനാണ് ഇത്. ഭൂവൽക്കം, മാൻഡില, കാമ്പ്. കാമ്പ് 2 തന്നെ ഉള്ളത്. പുറക്കാമ്പുണ്ട്, അകക്കാമ്പുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അതുപോലെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള ഊഷ്മാവ് എന്ന് പറയുന്നത് ഓർമ്മിച്ച് വെക്കണം. അതുപോലെ ഏത് ടൈപ്സ് ഒക്കെ, അതായത് ഭൂവൽക്കം എന്ന് പറയുമ്പോൾ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും ഉണ്ട്. ദെൻ അതുപോലെ തന്നെ മാൻഡിലില് അധോ മാൻഡിലും ഉപരിമാൻഡിലും ഉണ്ട്. ദെൻ പിന്നീട് കാമ്പിന്റെ കാര്യം പറയുമ്പോൾ അകക്കാമ്പും ഉണ്ട്, പുറക്കാമ്പും ഉണ്ട്. അത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. നിഫ എന്ന് പറയുന്നത് കാമ്പാണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. അടുത്തതാണ് ഗംഗാ സമതലത്തിലെ പുതിയ എക്കൽ മണ്ണിലെ വിളിക്കുന്ന പേര് എന്താ എന്നുള്ളത്. ഏത് സമതലത്തിലെ ആണെങ്കിലും പുതിയ എക്കൽ മണ്ണ് എന്ന് പറഞ്ഞ ബാങ്കാർ എന്ന പേരിലാണ് അറിയപ്പെടുക. ദി ന്യൂ അല്യൂവിയൽ സോയിൽ ഓഫ് ദി ഗംഗാ പ്ലെയിൻ ഈസ് കോൾഡ് ഖാദർ. ദെൻ ഖാദറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യങ്ങറാണ്, അതായത് പ്രായം കുറവായിരിക്കും ഒരു അല്യൂവിയൽ സോയിലിന്. അതുപോലെ തന്നെ ഫ്ലഡ് വഴി വർഷം വന്ന് കയറുന്ന സോയിലാണ്. അതായത് ഈ അല്ലൂവിയൽ സോയിൽ എന്ന് പറയുന്ന ഒഴുകുന്ന ജലം വഴി വന്ന് അടിയുന്ന മണ്ണിനെയാണ് അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ് എന്ന് പറയും. ആ എക്കൽ മണ്ണ് വർഷാവർഷം വന്ന് ഫ്ലഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോസസ്സിലൂടെ വെള്ളം അധികമായിട്ട് കൊണ്ടുവന്ന് കരയ്ക്ക് എത്തിക്കുന്ന മണ്ണിനെയാണ് അല്ലൂവിയൽ സോയിൽ എന്ന് പറയാം. അതിലെ വർഷാവർഷം വരുന്നതാണ് ഖാദർ, അതായത് ഖാദർ എന്ന് പറയാം. ദെൻ ഓൾ അല്ലൂവിയം എന്ന് പറയുന്നതാണ് ബംഗാർ എന്ന് പറയാം. ഓൾ അല്ലൂവിയം ആണ് ബംഗാർ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഖാദർ ആണ്. അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓർമ്മിച്ചുക. ന്യൂവർ അല്ലൂവിയൽ ഓഫ് ദി ഗംഗാ പ്ലെയിൻ ഈസ് ഖാദർ ആണ്. ബംഗാർ എന്ന് പറയുന്നത് ഓൾ അല്ലൂവിയം ആണെന്ന് ഓർമ്മിച്ചു വെക്കുക. ബംഗാർ എന്ന് പറയുന്നത് ഓൾ അല്ലൂവിയം, ഖാദർ എന്ന് പറയുന്നത് യങ്ങർ അല്ലൂവിയം ആണ്. അതായത് പുതിയ എക്കൽ മണ്ണ് എന്ന് പറയുന്ന ഖാദറും പഴയ എക്കൽ മണ്ണ് എന്ന് പറയുന്ന ബംഗറുമാണെന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും ഫലഭൂഷ്ഠത കൂടുതലുള്ള എക്കൽ മണ്ണ് ഏത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഖാദർ ആണെന്നുള്ളത് ഓർമ്മിച്ചു വെക്കണം. ഏറ്റവും ഫലഭൂഷ്ഠത കൂടുതലുള്ള എക്കൽ മണ്ണ് ഏത് എന്ന് ചോദിക്കുമ്പോൾ അത് ഖാദർ ആണെന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക.
അടുത്താണ് മെസോപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട നദി ഏത് എന്നുള്ളത്. മെസോപ്പൊട്ടോമിയൻ സംസ്കാരവുമായിട്ട് പറയുമ്പോൾ അത് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളാണ് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിൽക്കുന്ന നദീതീരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ടൈബറും ഉണ്ട്, ടൈഗ്രീസ്, ഹൊയാങ്ഹോ, നൈൽ. ദെൻ അപ്പൊ അതിനകത്ത് നമുക്ക് എഴുതുന്നത് ടൈഗ്രീസ് ആണ്. ദെൻ അതായത് മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ നിലനിൽക്കുന്ന അല്ലെങ്കിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട നദി എന്ന് പറയുന്നത് ടൈഗ്രീസ് നദിയാണ്. നയൽ നദി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതുപോലെ ഹൊയാങ്ഹോ നദി എന്ന് പറയുന്നത് ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ട നദിയാണെന്ന് കൂടി ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ മെസോപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മെസോപ്പൊട്ടോമിയൻ സംസ്കാരമായിട്ട് മാത്രമല്ല, ഈജിപ്ഷ്യൻ ആണെങ്കിലും മെസോപ്പൊട്ടോമിയൻ ആണെങ്കിലും നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ലിപിയാണ്. യൂണിഫോം ലിപിയും അതുപോലെ തന്നെ ഹൈറോഗ്ലിഫിക്സ് ലിപി. ആ ലിപികൾ എന്താണ്, ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള ഓർമ്മിച്ച് വെക്കണം. അതുകൂടാതെ അളവ് തൂക്ക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഉള്ള നയങ്ങളുണ്ട്. മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിലുണ്ട്, ഈജിപ്ഷ്യൻ സംസ്കാരത്തിലുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. സംസ്കാരം കുറിച്ച് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സിന്ധു നദീതര സംസ്കാരവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട എന്താ പറയാ മോണുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. അടുത്തതാണ് മരുതം തിണയുടെ ഭൂമിശാസ്ത്ര സവിശേഷത കണ്ടെത്തുക എന്ന് പറയുന്നത്. കൃഷിഭൂമി, തീരപ്രദേശം, വരണ്ട ഭൂമി, കുന്നുകൾ എന്നിവയാണ് ഓപ്ഷന് തന്നിരിക്കുന്നത്. ഓക്കെ, മരുതം തിണ റെഫേഴ്സ് ടു ദി ഫെർട്ടൈൽ അഗ്രികൾച്ചറൽ പ്ലെയിൻസ്. അപ്പം ഇതിന്റെ അകത്ത് ഉത്തരം എന്ന് പറയുന്നത് കൃഷിഭൂമി എന്നുള്ളതാണ്. അഗ്രികൾച്ചറൽ ഫീൽഡാണ് മരുതം തിണയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന നദിയുടെ അടുത്ത് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന റിച്ച് ആയിട്ടുള്ള അലൂവിയൽ സോയിലുള്ള വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആണ് ഈ പറയുന്ന മരുതം എന്ന് പറയുന്നത്. അപ്പൊ മരുതം തിണയുടെ ഭൂമിശാസ്ത്ര പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന നദികളോട് ചേർന്ന് നിൽക്കുന്ന പ്ലെയിൻസ് ആയിരിക്കും. അതുപോലെ തന്നെ റിച്ച് അലൂവിയൽ ആണ് അവിടെ ഉള്ളത്, അലൂവിയൽ സോയിൽ ആണ് അവിടെ ഉള്ളത്, വളരെ ഫെർട്ടൈൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ടുള്ള എന്താ പറയാ അഗ്രികൾച്ചറും കാര്യങ്ങളും ആ ഒരു ഭാഗത്ത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മരുതം തിണയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അത് കൃഷിഭൂമിയാണ് എന്നുള്ളതാണ്. അടുത്തതാണ് ധമ്മ എന്ന് പറയുന്ന ആശയം പ്രചരിപ്പിച്ചത് ആരെ എന്നുള്ളത്. The concept of Dhamma was propagated by the Emperor Ashoka. അതായത് കലിംഗ വാറിന് ശേഷം അശോകൻ ബുദ്ധിസം എന്താ പറയാ ബുദ്ധമതത്തില് വിശ്വസിക്കുകയും പിന്നീട് അതിനെ തുടർന്ന് അദ്ദേഹം പോയിട്ടുള്ള എതിക്സ് ആണ് ധമ്മ എന്ന് പറയുന്നത്. അപ്പം ധമ്മ എന്ന് പറയുന്ന ആശയം പ്രചരിപ്പിച്ചത് ആരെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ്, അശോകനാണ് അതിന്റെ ആൻസർ വരിക. ധമ്മ എന്ന ആശയം പ്രചരിപ്പിച്ചത് എന്ന് പറയുന്ന അശോകനാണ്. കലിംഗ വാർ എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അശോകനുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർമ്മിക്കുക. അതുപോലെ തന്നെ അശോകൻ വിശ്വസിച്ചിരുന്ന മതം എന്ന് പറയുന്നത് ബുദ്ധിസമാണ്. ബുദ്ധിസത്തോടു കൂടിയാണ് അദ്ദേഹം ധമ്മ എന്ന് പറയുന്ന കോഡ് ഓഫ് എതിക്സിലേക്ക് മാറുന്നതും അതിന്റെ പ്രചാരകനായത്. അതുപോലെ അടുത്തതാണ് ഖൽജി രാജവംശത്തെ തുടർന്ന് ഡൽഹിയിൽ അധികാരത്തിൽ വന്ന രാജവംശം എന്ന് പറയുന്നത്. The dynasty that was succeeded by Khalji in Delhi was Tughlaq dynasty. അതായത് സുൽത്താനേറ്റ് ഡൈനാസ്റ്റിയിലുള്ള പല വിഭാഗങ്ങളുണ്ട്. മാംലുക്ക്, സയ്യിദ്, തുഗ്ലക്ക്, ലോധി അങ്ങനെ പറയുന്ന പല ഈ പറയുന്ന ഡൈനാസ്റ്റീസ് ഉണ്ട്. അതിലെ ഖൽജി ഡൈനാസ്റ്റിക്ക് ശേഷം പിന്നീട് ഡൽഹിയിൽ വന്നിട്ടുള്ള ഭരണം എന്ന് പറയുന്നത് തുഗ്ലക്കിന്റെ ആയിരുന്നു. അപ്പൊ ഓർമ്മിച്ച് വെക്കുക, തുഗ്ലക്കാണ് അതിന്റെ ആൻസർ വരിക. അതായത് ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. അതായത് സക്സീഡഡ് ദ ഖൽജി ഡൈനാസ്റ്റി ഇൻ ഡൽഹി എന്ന് പറയുമ്പോൾ അത് ഓർമ്മിച്ച് വെക്കണം, അത് തുഗ്ലക്കാണ് വരിക. അതുപോലെ അടുത്താണ് ഹസാര രാമക്ഷേത്രം നിർമ്മിച്ച ഭരണാധികാരിയുടെ പേര് എഴുതുക എന്നുള്ളത്. ഹസാര രാമശേഷം ഹംപിയിലാണെന്നുകൂടി അതിനോടൊപ്പം ഓർമ്മിച്ച് വെക്കുക. അത് ബിൽഡ് ചെയ്തിട്ടുള്ള ഹംപി എന്ന് കേൾക്കുമ്പോഴേ ഓർമ്മിക്കുക വിജയനഗര എംപയറുമായി ബന്ധപ്പെട്ടതാണ്. വിജയനഗര രാജാക്കന്മാരാണ് ഈ പറഞ്ഞ ഹസാര രാമക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഹസാര രാമക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് വിജയനഗര രാജാക്കന്മാരാണെന്നുള്ള ഓർമ്മിച്ചു വെക്കുക. ഹസാര രാമക്ഷേത്രം നിലനിൽക്കുന്നത് ഹംപിയിലാണ്. വിജയനഗര രാജാവാണ്. അതിൽ തന്നെ അത് കൺസ്ട്രക്ട് ചെയ്തത് ദേവരാജ ഫസ്റ്റ് ആണ് ഈ പറയുന്ന ഹസാര രാമക്ഷേത്രം എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ഓർമ്മിക്കുക. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാ? ഹരിഹരനും ബുക്കനുമാണ്. ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകർ എന്ന് ഓർമ്മിച്ചു വെക്കണം. അതുപോലെ തന്നെ കൃഷ്ണദേവരായരുടെ പേര് ഓർമ്മിച്ചു വെക്കുക.
ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായര്. അതുപോലെ തന്നെ നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള ഹസാര രാമക്ഷേത്രം എന്ന് പറയുന്നത് വിജയനഗര എംപയറിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ വിജയനഗര രാജാക്കന്മാര് പണികഴിപ്പിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ഹസാര രാമക്ഷേത്രം എന്ന് പറയുന്നത്. കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നുള്ളതാണ്. കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി എന്ന് പറയുന്നത് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. ഇവിടെ കൂടുതലായിട്ടും എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, റിസർച്ച് ഇൻ ഹാൻഡ്ലൂം ടെക്നോളജി ആൻഡ് ടെക്സ്റ്റൈൽ ഡിസൈൻ ഇത്തരം കാര്യങ്ങൾക്കാണ്. അതായത് ഹാൻഡ്ലൂമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻ സെക്ഷന്, ദെൻ ട്രെയിനിങ്, ദെൻ അതുമായി ബന്ധപ്പെട്ട റിസർച്ച്, ടെക്സ്റ്റൈൽ ഡിസൈൻസ് തുടങ്ങിയവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണെന്നുള്ള ഓർമ്മിച്ചു വെക്കുക. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ണൂരാണ്. ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏപ്രിൽ 1, 2020 മുതൽ ആന്ധ്ര ബാങ്കിനൊപ്പം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിക്കപ്പെട്ട പൊതുമേഖലാ ബാങ്ക് ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മെഗാ ബാങ്ക് മേർജർ പ്ലാൻ എന്ന് പറഞ്ഞ് 2020 ഏപ്രിൽ 1 ഒരു പ്ലാൻ നടന്നിരുന്നു. അത് പ്രകാരം ആന്ധ്ര ബാങ്ക് ആൻഡ് കോർപ്പറേഷൻ ബാങ്ക് വർ മെർജ്ഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പം ഏത് ബാങ്കാണ് അതിന്റെ ആൻസർ വരിക? ഈ പറയുന്ന ഓക്കെ, ആന്ധ്ര ബാങ്കിനൊപ്പം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിക്കപ്പെട്ടിട്ടുള്ള പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത് കോർപ്പറേഷൻ ബാങ്കാണ്. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ വരിക. അപ്പൊ അത് ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബിക്കേം ദ 5th ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ എന്ന് കൂടി ഓർമ്മിച്ചു വെക്കുക. ഈ ഒരു ലയനത്തോടു കൂടി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ 5th ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ആണെന്ന് കൂടി ഓർമ്മിച്ചു വെക്കുക. ആ ഒരു ലയനം നടന്നത് എന്ന് പറഞ്ഞത് ഏപ്രിൽ 1, 2020 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മെഗാ ബാങ്ക് മേർജർ പ്ലാൻ നടത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? വടക്ക് കിഴക്ക് ദേശത്തേക്ക് വീശുന്നു, പൂർവ്വ തീരത്തെ അപേക്ഷിച്ച് പശ്ചിമ തീരത്ത് കൂടുതൽ മഴ ലഭിക്കുന്നു, തീരദേശത്തു നിന്നും ഉള്ളിലേക്ക് മഴ ക്രമേണ കുറഞ്ഞു വരുന്നു, തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വീശുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത് ഈ ഒരു ടേം ആണ്. നോട്ട് കറക്റ്റ് എന്നുള്ളത് ഇംഗ്ലീഷിന്റെ സെക്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ നോട്ട് കറക്റ്റ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മലയാളം സൈഡ് മാത്രമാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, വായിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കണം. അത് കറക്റ്റ് ആയിട്ടുള്ളത് പോയി അടയാളപ്പെടുത്തരുത്. എനിവേ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ അപേക്ഷിച്ച് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്, ഒന്ന് വടക്ക് കിഴക്ക് ദിശയിലേക്ക് വീശുന്നു, പൂർവ്വ തീരത്തെ അപേക്ഷിച്ച് പശ്ചിമ തീരത്ത് കൂടുതൽ മഴ നൽകുന്നു, തീരദേശത്ത് നിന്നും ഉള്ളിലേക്ക് മഴ ക്രമേണ കുറഞ്ഞു വരുന്നു, തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വീശുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന്റെ ഒറിജിനും കാര്യങ്ങളും നോക്കാം. ദീസ് വിൻഡ്സ് ഒറിജിനേറ്റ് വെൻ ഇന്റൻസ് സമ്മർ ഹീറ്റ് ക്രിയേറ്റ്സ് ലോ പ്രഷർ ഏരിയ ഓവർ ദ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ. നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലേക്കാണ് ഇത് അറൗണ്ട് ചെയ്ത് പോവുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഏരിയ ഓവർ ദ ഇന്ത്യൻ ഓഷൻ. ഇന്ത്യൻ ഓഷനിലെ ഹൈ പ്രഷർ ഏരിയയിലാണ് ഇത് എന്താ പറയാ ബ്ലോ ചെയ്യാം. Then the blow from the southwest due to the deflection of Coriolis force. അപ്പൊ Coriolis force പ്രകാരം സൗത്ത് വെസ്റ്റ് ഏരിയയിലാണ് ഇതിന്റെ ബ്ലോസ് നടക്കുക. Then അടുത്ത മോയ്സ്ചർ ലാഡൻ, അതായത് as they cross the Indian Ocean and Arabian Ocean they pick up huge amount of moisture. അവിടെ ഉണ്ടാവും. ഇനി നമ്മൾ ഇവിടുത്തെ പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലോ ടുവേഴ്സ് നോർത്ത് ഈസ്റ്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണിത്. ഇത് നോർത്ത് ഈസ്റ്റ്, അതായത് ഈസ്റ്റ് സെക്ഷനിലേക്ക് ഈ കാറ്റ് പോകുന്നേ ഇല്ല. ഇവിടെ പോയിന്റ് നോക്കിയാൽ അറിയാം, നോർത്ത് വെസ്റ്റേണും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലോ ഫ്രം സൗത്ത് വെസ്റ്റും ഉണ്ട്. അപ്പൊ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് ഈ പറയുന്ന കാറ്റ് വീശുന്നേ ഇല്ല. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് എന്ന് പറയുന്നതാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ഒരു കാരണവശാലും ഈസ്റ്റ് ഭാഗത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ അകത്തെ ആൻസർ വരിക ബ്ലോസ് ടുവേഴ്സ് നോർത്ത് ഈസ്റ്റ് എന്നുള്ളതാണ്. ഒരുപാട് വായിച്ച് ബുദ്ധിമുട്ടാനായിട്ട് പോകരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ഷനും കാര്യങ്ങളും നോക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു പോയിന്റിലായിരിക്കും നമുക്ക് വ്യത്യാസം വരിക. വടക്ക് കിഴക്ക് ദിശയിലേക്കാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ വീശുന്നത് എന്നാണ് പറയുന്നത്. കാറ്റിന് ആ പേര് കൊടുക്കുന്ന എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കാറ്റുകൾക്ക് പേര് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം താഴ്വര കാറ്റാണ് എന്നുണ്ടെങ്കിൽ താഴ്വരയിൽ നിന്ന് വീശുന്ന കാറ്റുകളെയാണ് താഴ്വര കാറ്റ് എന്ന് പറയാം.
അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് ആ പേര് വരുന്നത് തെക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് അത് വീശുന്നതുകൊണ്ടാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് വടക്ക് കിഴക്ക് ദിശയിലേക്ക് വീശുന്നു എന്ന് പറയുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് ഓർമ്മിക്കുക, ഓപ്ഷൻ എ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ വരിക. അടുത്തതാണ് 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ ലിംഗാനുപാതം എന്ന് പറയുന്നത്, അതായത് സെക്സ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1084 ഫീമെയിൽസിന് പെർ 1000 മെയിൽസ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വരിക. അതുപോലെ തന്നെ ജസ്റ്റ് ഇന്ത്യയിലെ കൂടെ നോക്കി പോവുക, 943 ഫീമെയിൽസിന് 1000 മെയിൽസ് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്സ് റേഷ്യോയുടെ കാര്യത്തിൽ കേരളമാണ് മുൻപന്തിൽ നിൽക്കുക. അതായത് 1084 ഫീമെയിൽസിന് 1000 മെയിൽസ് എന്നുള്ളതാണ് 2011 സെൻസസ് പ്രകാരം കേരളത്തിന്റെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജനീവ, വാഷിംഗ്ടൺ, പാരീസ്, ന്യൂയോർക്ക്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ഈ പറയുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മാനവ വികസന റിപ്പോർട്ടിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ റാങ്ക് ഏത് എന്നുള്ളതാണ്. 2025 റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ അത് 130 ആണ്. അതായത് മൊത്തം ഉള്ളത് 193 രാജ്യമാണ്. അതിലെ 130ാമത്തെ റാങ്ക് ആണ് ഇന്ത്യക്ക് വരിക. 132 എന്ന് പറയുന്നത് ഇവിടെ അടയാളപ്പെടുത്തിയിരുന്ന 132 എന്നൊരു ഭാഗമാണ്. ആ 132 എന്ന് പറയുന്നത് പഴയ എന്താ പറയാ റിപ്പോർട്ട് പ്രകാരമാണ്. 2025 റിപ്പോർട്ട് പ്രകാരം എന്ന് പറയുമ്പോൾ 193 രാജ്യങ്ങളാണ് ആ റിപ്പോർട്ട് പ്രകാരം ഉള്ളത്. അതുപോലെ അതില് 130ാമത്തെ റാങ്കിലാണ് ഇന്ത്യ ഉള്ളത്. ഇനി ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറപ്പെടുവിക്കുന്നത് ആരാണ്? UNDP ആണ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് ഈ പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് അനൗൺസ് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സില് ലിറ്ററസി റേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ലിറ്ററസി, ലൈഫ് എക്സ്പെക്ടൻസി, അതുപോലെ തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് HDI അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ചില വർഷങ്ങളിൽ അതിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്, HDI സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഏത് എന്നുള്ളത്. ഇന്ത്യക്ക് മൊത്തം 12 പഞ്ചവത്സര പദ്ധതികളാണ് ഉണ്ടായിരുന്നത്, അത് ഓർമ്മിച്ച് വെക്കുക. Then India's last 5-year plan is a 12th 5-year plan in the year 2012-2017. അതായത് 12ാമത്തെ 5-year പ്ലാൻ എന്ന് പറഞ്ഞാൽ 2012-17 കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ദെൻ ആ ഒരു പ്ലാന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ, മൂവ്, ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നുള്ളതാണ് ഈ ഒരു 2012-17 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള 12ാമത്തെ 5-year പ്ലാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ ഇപ്പൊ നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് നീതി ആയോഗ് ആണെന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. അത് സ്റ്റാർട്ട് ചെയ്തത് 2015 അതോടുകൂടി പ്ലാനിംഗ് കമ്മീഷൻ അതുപോലെ 5-year പ്ലാൻ എന്നീ പറഞ്ഞ കൺസെപ്റ്റുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. 2017 കൂടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 5-year പ്ലാൻ എന്ന് പറയുന്ന സിസ്റ്റം തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ദെൻ ഇപ്പൊ നടക്കുന്നത് എന്ന് പറഞ്ഞത് ഇപ്പൊ നടക്കുന്ന പ്ലാനിങ്ങും പോളിസി മേക്കിങ്ങും എല്ലാം നീതി ആയോഗുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുക. 2015 നീതി ആയോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇന്ത്യയിലെ മൊത്തം 12 5-year പ്ലാൻ ആണ് ഉള്ളത്. ഓരോ 5-year പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം. ഫസ്റ്റ് 5-year പ്ലാൻ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടതായിരുന്നു. ദെൻ സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഭിലായ, റുക്കേല തുടങ്ങിയ ഇരുമ്പുരുക്ക് ശാലകളും മറ്റും രൂപീകരിക്കുന്നത്. ദെൻ UGC രൂപീകരിച്ച ഫസ്റ്റ് 5-year പ്ലാൻ ആണ്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കിയ 4ാം പഞ്ചവത്സര 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. കാരണം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വയം തൊഴിൽ പദ്ധതി അല്ലാത്തത് ഏത്? അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇവിടെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നതാണ് ഇന്ത്യയിലെ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസുകൾ. അതായത് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന, സ്വർണ്ണ ജയന്തി ഗ്രാം റോസ്ഗാർ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, അല്ലെങ്കിൽ അതിനെ അറിയപ്പെടുന്ന ആജീവിക എന്ന പേരിലും അറിയപ്പെടാറുണ്ട്, ദീൻ ദയാൽ അന്ത്യോദയ യോജന, ദെൻ
Pradhan Mantri Mudra Yojana, Startup India and Stand-up India schemes, self-employment scheme for rehabilitation of manual scavengers. ഇത്രയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുവാണെങ്കിൽ പ്രധാനമന്ത്രി മുദ്രാ യോജനയും പ്രധാനമന്ത്രി ഗാരിബ് കല്യാൺ അന്ന യോജന. പ്രധാനമന്ത്രി എന്ന് കാണുമ്പോൾ അത് ഈ പറയുന്ന സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണ് നോക്കരുത്. ദെൻ പ്രധാനമന്ത്രി മുദ്ര യോജന മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ദെൻ പ്രധാനമന്ത്രി ഗാരിബ് കല്യാൺ അന്ന യോജന എന്ന് പറഞ്ഞ ഇതിൻ്റെ അകത്ത് ഉള്ളതല്ല. അപ്പം ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ അകത്ത് ആൻസർ വരിക. അല്ലാത്തത് ഏത്, അതായത് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏത് വർഷമാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കിയത് എന്നുള്ളതാണ്. ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ദെൻ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാസ്സാക്കിയത് എന്നുള്ളത് 2013 പാസ്സാക്കിയിട്ടുള്ളത്. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് provide subsidized food grains to about 2/3 of India's population, up to 75% in rural and 50% of urban. അതായത് റൂറലിലെ 75%, അർബനിലെ 50% ആളുകൾക്ക്, അതായത് 2/3 ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻസിന് ഫുഡ് ഗ്രെയിൻസ് സബ്സിഡൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. Then each eligible person entitled 5 kg of ഫുഡ് ഗ്രെയിൻസ് പെർ മന്ത് അറ്റ് ഹൈലി സബ്സിഡൈസ്ഡ് പ്രൈസ്. അതായത് 3 രൂപയ്ക്ക് റൈസും 2 രൂപയ്ക്ക് വീറ്റും 1 രൂപയ്ക്ക് കൊയേഴ്സ് ഗ്രെയിൻസും കൊടുക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ വിമൻസ്, ചിൽഡ്രൻ, വൾണറബിൾ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ എന്നിവർക്കാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ പ്രാധാന്യം വരിക. അപ്പൊ അത് ഓർമ്മിച്ചു വെക്കുക. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം എന്ന് പറയുന്നത് 2013 അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സബ്സിഡൈസ്ഡ് ഫുഡ്, അതായത് ഫുഡ് ഗ്രെയിൻസ് സബ്സിഡി പ്രൈസിൽ കൊടുക്കുക എന്നുള്ളതാണ്. 75% റൂറൽ ആളുകൾക്കും ഗ്രാമത്തിലുള്ളവർക്കും ദെൻ 50% എന്ന് പറയുന്ന അർബൻ പോപ്പുലേഷനും എത്തിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ട് അതിന്റെ ലക്ഷ്യം. ഓക്കെ, അടുത്തതാണ് കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട ചാർട്ട് തയ്യാറാക്കിയത് ആര് എന്നുള്ളത്. കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട ചാർട്ട് തയ്യാറാക്കിയത് ആരാണ്? കാതറിൻ ബ്രിഡ്ജസ്. കാതറിൻ ബ്രിഡ്ജസ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഞാൻ അധികം ആൻസേഴ്സ് കാണിക്കുന്നില്ല, കാരണം ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ്. ഒരു ടൈം ലൈനിലെ പ്രധാന ഘടകം ഏത്? ചാർട്ടുകൾ, ചിത്രങ്ങൾ, കാർട്ടൂണുകൾ, സംഭവങ്ങൾ, വർഷങ്ങൾ, സംഭവങ്ങൾ, പോസ്റ്ററുകൾ, വർഷങ്ങൾ. വർഷങ്ങളും സംഭവങ്ങളുമാണ് ടൈം ലൈൻ വരുന്നത്. ടൈം ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓർക്കുക, ഇയർ ദെൻ അതിന്റെ ഇവന്റ് അത് എഴുതുന്നതിനെയാണ് ടൈം ലൈൻ എന്ന് പറയാം. കൂടുതലും നമ്മൾ അത് യൂസ് ചെയ്യുന്ന ഹിസ്റ്ററിയുമായി അല്ലെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് ടൈം ലൈൻസ് കൂടുതലും യൂസ് ചെയ്യുക. മ്യൂസിയം സന്ദർശനം ഏത് പഠന പ്രവർത്തനമാണ്? സെമിനാർ, ഫീൽഡ് ട്രിപ്പ്, പരീക്ഷണം, സംവാദം. ഫീൽഡ് ട്രിപ്പ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ വസ്തുനിഷ്ഠ ചോദ്യം ഏത്? ഉപന്യാസം, തുറന്ന ചോദ്യം, സോറി ഇംഗ്ലീഷ് വായിച്ചോളാം. എസ്സേ, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പാ വരിക? എസ്സേ ആണോ? ട്രൂ ഓർ ഫോൾസ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് ആണോ? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആണോ വരിക? ഉപന്യാസം. ഉപന്യാസം. ഓക്കെ, നിങ്ങൾ ഇത്ര നേരം നിങ്ങൾ മിണ്ടാണ്ടിരുന്നില്ല, ഇനി നിങ്ങൾ പറഞ്ഞു. കാരണം ഈ സ്ലൈഡ് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്, ആൻസേഴ്സ് ഒന്നും കൊടുക്കാതെ. ഒബ്ജക്റ്റീവ് ടൈപ്പ് സ്ലൈഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക? അത് എസ്സേ ആണോ, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിനെയാണോ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിനെയാണോ, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസിനെയാണോ? നിങ്ങൾ പറഞ്ഞേ. ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഡി. ട്രൂ ഓർ ഫോൾസ്. ശരിയോ തെറ്റോ ചോദ്യം. ഓക്കെ,
അതാണ് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആണല്ലോ, അപ്പൊ നമുക്ക് അറിയാമല്ലേ അത് ഏതാ വരിക എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടായിരിക്കും വരിക. ക്ലിയർ ആയിട്ട് അതിന്റെ ആൻസേഴ്സ് നമുക്ക് ഫോക്കസ് ചെയ്ത് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ അതായത് കറക്റ്റോ ഇൻകറക്റ്റോ എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഇത് കൂടാതെ നമുക്ക് വേണം പറയാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാച്ചിങ് ടൈപ്പ്, അതുപോലെ തന്നെ അസേർഷൻ ഓൺ റീസൺ ക്വസ്റ്റ്യൻസ്. ഇവയെല്ലാം എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് എക്സാമ്പിൾസ് ആണ്. ഇവിടെ ഇവിടെ നോക്കുമ്പോൾ ഈ പറയുന്ന ട്രൂ ഓർ ഫോൾസ് ആണ് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവും, ട്രൂ ഓർ ഫോൾസ് ഉണ്ടാവും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, മാച്ച് ദ ടൈപ്പ്, അതുപോലെ തന്നെ അസേർഷൻ ഓൺ റീസൺ ക്വസ്റ്റ്യൻസ് എല്ലാം എന്തിനകത്ത് വരും? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്ത് വരും. ഓക്കെ, അടുത്തത് കുട്ടിയുടെ സാമൂഹ്യ ശാസ്ത്ര മനോഭാവം വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ഏറ്റവും ഉപയോഗപ്രദമായത് ഏത്? എഴുത്ത് പരീക്ഷ, നിരീക്ഷണം, സെമിനാർ, ഗൃഹപാഠം. സാമൂഹ്യ ശാസ്ത്ര മനോഭാവം ഏതാണ് വരിക? നിരീക്ഷണം. നിരീക്ഷണം ബി. നിരീക്ഷണമാണ് അതിൻ്റെ അകത്ത് വരിക. അതായത് കുട്ടി കൃത്യമായിട്ട് പഠിച്ചോ ഇല്ലയോ എന്നല്ല, എഴുത്ത് പരീക്ഷ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. മോസ്റ്റ് യൂസ്ഫുൾ ക്ലിയർലി അണ്ടർസ്റ്റാൻഡിങ് എ ചൈൽഡ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്. അതായത് കുട്ടിക്ക് സമൂഹത്തിനുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നിരീക്ഷണത്തിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, സ്മരിക്കുക എന്ന് സ്പഷ്ടീകരണമായി വരുന്നത്, അതായത് റീകോൾസ് ഈസ് എ സ്പെസിഫിക്കേഷൻ കംസ് അണ്ടർ ഗ്രഹണം, അറിവ്, പ്രയോഗം, വിശകലനം. ഏതിനകത്ത് വരുന്ന? അറിവ്. അറിവ്. അറിവാണോ? വേറെ ടീച്ചേഴ്സ് ആരും ഇല്ലേ? പ്രയോഗമാണ് മിസ്സേ. ഗ്രഹണം. ഇത് ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാ? അതറിയില്ലേ? മലയാളം. റീകോൾസ് ഈസ് എ സ്പെസിഫിക്കേഷൻ കം അണ്ടർ എന്ന് പറയുമ്പോ നമ്മുടെ ടാക്സോണമിക്കകത്ത് ഈ പറയുന്ന റീകോൾസ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ? കോംപ്രിഹെൻഷൻ, നോളജ്, ആപ്ലിക്കേഷൻ, അനാലിസിസ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടോ ടാക്സോണമി? കാരണം ഈ ഒരു സെക്ഷൻ പെഡഗോജിയുമായി ബന്ധപ്പെട്ട് വരുന്നതാ. കോഗ്നിറ്റീവ് ലേണിംഗ് സെക്ഷൻ്റെ അകത്ത് വരുന്ന സാധനമാണ്. ബ്ലൂംസ് ടാക്സോണമിയുടെ ഭാഗമാണ് റീകോൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതിൻ്റെ അകത്ത് വരിക? വിശകലനം. എന്തോ? വിശകലനം. ഓക്കെ, ബ്ലൂംസ് ടാക്സോണമിയുടെ ലെവൽസ് ഏതൊക്കെയാ? പറഞ്ഞേ. നിങ്ങൾ പറയാതിരിക്കേണ്ട, തെറ്റിപ്പോയാൽ തെറ്റിപ്പോകട്ടെ, കുഴപ്പമില്ല. അറിയില്ല മാം. ഓക്കെ, ടാക്സോണമി കൃത്യമായിട്ടും പഠിച്ചിട്ട് പോകണം. ടാക്സോണമിക്കകത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റീകോൾസ് ഈസ് എ സ്പെസിഫിക്കേഷൻ കം അണ്ടർ കോംപ്രിഹെൻഷൻ, നോളജ്, ആപ്ലിക്കേഷൻ. സ്മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരിക? ഓർമ്മയാണ് വരിക. സോ നമുക്കത് നോളജിന്റെ സെക്ഷനിൽ പറയാവുന്ന കാര്യമാണ്. ഈ പറയുന്ന റീകോള്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ തുടങ്ങിയ ഭാഗങ്ങളെല്ലാം ഇതിന്റെ അകത്താണ് വരിക. ഇപ്പൊ റീകോൾ എന്ന് പറയുന്നത് നമുക്ക് ഏതിന്റെ കാര്യത്തിൽ, നോളജ് അല്ല, ആപ്ലിക്കേഷൻ ആണ് അതിന്റെ അകത്ത് ആൻസർ വരിക. പ്രയോഗം എന്നതാണ്, അതായത് ഓർമ്മിച്ച് വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് വരുന്നത് എവിടെയാണ് വരിക? ആപ്ലിക്കേഷന്റെ ലെവലിലാണ് വരിക. ഓക്കെ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ദെൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ ഇന്ത്യ elections are conducted by Election Commission of India. It is an autonomous constitutional authority then established under the Article 324. അതായത് ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന് വന്നിട്ടുള്ളതെന്ന് ഓർമ്മിക്കുക. ഇപ്പം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് പറയുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ്
കമ്മീഷനാണ് ഇലക്ഷൻ നടത്തുക. ദെൻ ഇലക്ഷൻ കമ്മീഷൻ, അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻസ് നടത്തുന്നത് ലോകസഭയിലേക്കുള്ളത്, ദെൻ രാജ്യസഭ, ദെൻ ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് കൗൺസിൽസ് തുടങ്ങിയവയിലെ അതുകൂടാതെ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഈ സെക്ഷനിലേക്കെല്ലാം ഉള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് പറയുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പം ഈ പറഞ്ഞ പഞ്ചായത്ത് ലെവല് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് ഏത് ഇലക്ഷൻ കമ്മീഷനാ? Interest, Skopje, Overvindio, Vindio, Spexis, Steptis, Overvindio, Skopje, Mariasi, Ingress, Steptis, Overvindio, Skopje, Baselaston, Organized, ബേബി എന്ന് പറഞ്ഞ ആളുടെ മൈക്ക് ഓണാ. മൈക്ക് ഓഫ് ആയി തോന്നുന്നു. ഓക്കെ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇലക്ഷൻസ് നടത്തുന്നത് ലോകസഭ, രാജ്യസഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, കൗൺസിൽസ്, അതുകൂടാതെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ സെക്ഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്തിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾ, അതായത് ഇലക്ഷനുകൾ ആരുടെ നേതൃത്വത്തിലായിരിക്കും? ഏത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് നടത്തുക? ഡിസ്ട്രിക്റ്റ് ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത് ഈ ത്രിതല പഞ്ചായത്ത്, അതായത് പഞ്ചായത്തിലേക്കുള്ളതും ബ്ലോക്കിലേക്കുള്ളതും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ളതുമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് എന്ന് പറയുന്നത് ലോകസഭ, രാജ്യസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലേക്ക്, അതുപോലെ തന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവിടങ്ങളിലേക്കുള്ള ഇലക്ഷനുകളാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുക. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന ഇലക്ഷൻസ് ഈ വന്നിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ 324 പ്രകാരമാണ് എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ഗവർണർക്ക് ശുപാർശ ചെയ്തത്? ഈ സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം നടത്തുക എന്ന് പറയുന്നത് ഈ പറയുന്ന എമർജൻസീസ്, സ്റ്റേറ്റ് എമർജൻസീസിൽ വരുന്ന കാര്യമാണ്. അപ്പൊ ഓർമ്മിച്ചു വെക്കുക, നാഷണൽ എമർജൻസി ഉണ്ട്, സ്റ്റേറ്റ് എമർജൻസി ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ഷനിലുള്ള ഒരു എമർജൻസി ഉണ്ട്. അപ്പൊ എമർജൻസീസ് അഥവാ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഓർമ്മിച്ചു വെക്കണം. അതായത് ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത് സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ എന്നുള്ളതാണ് സ്ഥിരമായിട്ട് കാണുന്നത്. അപ്പൊ രാഷ്ട്രപതി ഭരണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിയന്തരാവസ്ഥയാണെന്നുള്ള പോയിന്റ് നമ്മൾ അവിടെ ഓർമ്മിച്ചാൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ കാര്യമായ രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ഗവർണർക്ക് ശുപാർശ ചെയ്യാൻ കഴിയുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം അല്ലെങ്കിൽ അനുച്ഛേദ പ്രകാരമാണെന്നാണ് ചോദ്യം വരിക. അപ്പൊ ഇവിടെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നതാണ് എന്ത് ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കിൾ 356 പ്രകാരമാണ് ഗവർണർക്ക് സംസ്ഥാനത്ത് ഈ പറയുന്ന പ്രസിഡന്റ് റൂൾ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനായിട്ട് സാധിക്കുക. ഇപ്പം നാഷണൽ എമർജൻസിയും സ്റ്റേറ്റ് എമർജൻസിയും സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ട്, അതും കൃത്യമായിട്ട് ഓർമ്മിച്ചു വെക്കണം. ഏത് ആർട്ടിക്കിൾ ആണെന്നുള്ള ഓർമ്മിച്ചു വെക്കണം. കാരണം ഇവിടെ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ഉള്ള കൃത്യമായിട്ട് പോയിന്റ് അറിയാമെങ്കിൽ മാത്രമേ ഇവിടെ സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് അവിടെ സ്റ്റേറ്റ് എമർജൻസി ആണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വരുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 356 ഓപ്ഷൻ എ ആണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ഗവർണർ, പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ. ആസൂത്രണ ബോർഡ് അഥവാ പ്ലാനിംഗ് കമ്മീഷൻ, പ്ലാനിംഗ് ബോർഡ് എന്നുള്ളതാണ്. ദെൻ പ്ലാനിംഗ് ബോർഡിന്റെ സംസ്ഥാനത്തെ എന്ത് പ്ലാനിംഗ് ബോർഡാണ് എന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന സ്റ്റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത, ഇന്ത്യയിൽ ഏതു തരം പാർട്ടി സമ്പ്രദായമാണ് നിലവിലുള്ളത്? ഏകകക്ഷി സമ്പ്രദായം, ദ്വികക്ഷി സമ്പ്രദായം, ബഹുകക്ഷി സംവിധാനം, പാർട്ടി രഹിത സംവിധാനം. ഇന്ത്യയിൽ നമുക്കറിയാം ഇഷ്ടംപോലെ പാർട്ടീസ് ഉണ്ട്. അപ്പൊ അത് ഉറപ്പായിട്ട് എന്താണ്? മൾട്ടി പാർട്ടി സിസ്റ്റം ആണ് വരിക. മൾട്ടി പാർട്ടി സിസ്റ്റം ആണ് അതിൻ്റെ അകത്ത് വരിക. അപ്പൊ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പാർട്ടി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ബഹുകക്ഷി സമ്പ്രദായമാണെന്നുള്ളത് ഓർമ്മിച്ചു വെക്കും. ഏകകക്ഷി സമ്പ്രദായം നിലനിൽക്കുന്ന ഏതെങ്കിലും രാജ്യമുണ്ടോ? ഏകകക്ഷി സമ്പ്രദായം
മിസ്സേ സൗത്ത് കൊറിയ ആണോ? സൗത്ത് കൊറിയ ആണോ? നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ ഇന്ത്യയുടെ അടുത്തെങ്ങാനും? പാകിസ്ഥാനാ? പാകിസ്ഥാനിലെ ഡെമോക്രാറ്റിക് രാജ്യമാണോ പാകിസ്ഥാൻ? ചൈനയിൽ എങ്ങനെയാ? മിസ്സേ ശ്രീലങ്ക ആണോ? അല്ല, ചൈനയിൽ എങ്ങനെയാ? ചൈനയിൽ ഏത് പാർട്ടിയാണ്? ഓക്കെ, എനിവേ നിങ്ങൾ കൃത്യമായിട്ടും ഒരു കാര്യം ഓർമ്മിച്ച് വെക്കുക. ദ പാസ്റ്റ് വോട്ട് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ പറയുന്ന പ്രത്യക്ഷ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം തുടങ്ങിയ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഇപ്പൊ ഡെമോക്രസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യക്ഷം ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ അതിന്റെ രീതികളുണ്ട്. പ്ലെബിസൈറ്റ്, റഫറണ്ടം എന്ന് പറഞ്ഞ കുറച്ച് രീതികളുണ്ട്, അത് ഓർമ്മിച്ച് വെക്കണം. ദെൻ അതുകൂടാതെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട്, പൊളിറ്റിക്കൽ പാർട്ടീസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏത് പാർട്ടിനെയാണ് നാഷണൽ പാർട്ടിയായിട്ട് അംഗീകരിക്കുക, ഏത് പാർട്ടിനെയാണ് സ്റ്റേറ്റ് പാർട്ടിയായിട്ട് അംഗീകരിക്കുക എന്നതിന്റെ നിബന്ധനകളുണ്ട്. അതായത് എത്ര സീറ്റ് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ എത്ര സീറ്റ് കിട്ടണം എന്നുള്ള നിബന്ധനകളുണ്ട്. അത് കൃത്യമായിട്ടും ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിട്ട് പോകാറുണ്ട്. എനിവേ, ഇന്ത്യയിൽ നിലനിൽക്കുന്ന പാർട്ടി സമ്പ്രദായം എന്ന് പറയുന്നത് ബഹുകക്ഷി സംവിധാനം, അതായത് മൾട്ടി പാർട്ടി സിസ്റ്റം ആണെന്നുള്ള ഓർമ്മിച്ച് വെക്കുക. ഇന്ത്യയിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത്രയും നാളെ വന്നിരുന്ന പഞ്ചായത്ത് രാജ് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് രാജ് എന്ന് പറയാതെ ഇവിടെ പുതുതായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് ഏത് ഭേദഗതിയിലൂടെ? നമ്മൾ പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 73rd ആണെന്ന് പറയും. പക്ഷെ ഈ പറഞ്ഞ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഞ്ചായത്ത് രാജ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 73rd അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ ഈ പറഞ്ഞ ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അത് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, നമ്മൾ നന്നായിട്ട് സബ്ജക്റ്റ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുക. ഇവിടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് രാജിനെ കുറിച്ച്, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് നന്നായിട്ട് പഠിക്കാതെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത് വളരെ മണ്ടത്തരമായിരിക്കും. അതാണ് സബ്ജക്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കുറച്ചു മുമ്പുള്ള സ്ലൈഡിൽ നമ്മൾ കണ്ടു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടത്തുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണെന്നുള്ളത് ചോദിച്ചു. അപ്പൊ അത് അറിഞ്ഞിരിക്കണമെന്നാണ്. സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം വരുന്നത് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴാണ് എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് ഏത് ഭേദഗതിയിലൂടെ എന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് ഏത് ഭേദഗതിയിലൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. പക്ഷെ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് ഏത് ഭേദഗതിയിലൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് രാജിന്റെ ആ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ അതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 73rd അമെൻമെന്റ് ആണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. ഇന്ത്യ ഏത് തരം ജനാധിപത്യ സംവിധാനമാണ് പിന്തുടരുന്നത്? പ്രത്യക്ഷ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം, സ്വേച്ഛാധിപത്യം, സൈനിക ഭരണം. ഓക്കെ, ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, എ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഡെമോക്രസി. ഇപ്പൊ ഇന്ത്യ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ പരോക്ഷ ജനാധിപത്യമാണ് വരിക. പരോക്ഷ ജനാധിപത്യമാണ് ഇന്ത്യ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഡയറക്റ്റ് ഡെമോക്രസി അല്ല. അതായത് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഫോം ഓഫ് ഡെമോക്രസിയാണ് നമ്മുടേത്. അതെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഡെമോക്രസി ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫോം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെമോക്രസി അഥവാ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. ഇതെല്ലാം എന്താണ്? പരോക്ഷ ജനാധിപത്യമാണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കണം. പല ടേമുകളുണ്ട്. ചിലപ്പോൾ ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഡെമോക്രസി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്ന് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാന്റെ പേര് എഴുതുക. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാവാൻ വേണ്ട കുറഞ്ഞ. യെസ് മിസ്, 88ാമത്തെ ആൻസർ ശരിക്കും ഏതാ? പരോക്ഷമാണോ വരുന്നേ? പരോക്ഷ ജനാധിപത്യം. ഓക്കെ, താങ്ക് യു.
ഓക്കെ, ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാവാൻ വേണ്ട കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് 21 ആണ്. നമുക്ക് വോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രായം എന്ന് പറഞ്ഞാൽ 18 ആണ്. പക്ഷെ ഗ്രാമപഞ്ചായത്തിലേക്ക് നമുക്ക് മത്സരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രായം എന്ന് പറയുന്നത് 21 വയസ്സാണ്. 21 ആണ്, 25 അല്ല. ഇവിടെ ടിക്ക് ചെയ്തിരിക്കുന്ന 25 ആണ്. നിങ്ങൾ അത് നോക്കരുത്. ഞാൻ റെഡിങ്ങിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മാത്രമേ നോക്കാവുള്ളൂ. 21 ആണ് ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് അംഗമാവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത്. അടുത്തത് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ദ്വിമാന പ്രാതിനിധ്യമാണ് ഗ്ലോബ്, ഭൂപടം, ഫിലിം, വിഷ്വൽ. ദ്വിമാനം എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷനൽ ആണ്. 2 ഡയമെൻഷനൽ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? മാപ്പാണ് വരിക. ദെൻ ഗ്ലോബ് 3 ഡയമെൻഷനൽ എന്ന് പറയുന്നതാണ് ഗ്ലോബ് എന്ന് പറയാം. അതായത് 3 ഡയമെൻഷനൽ നമുക്ക് അതായത് 3 ഡയമെൻഷനൽ 3D പിക്ചർ എന്നുള്ളത് ഓർമ്മിച്ചാൽ മതി. അത് ഗ്ലോബ് ആണ് വരിക. ദെൻ 2 ഡയമെൻഷനൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും മാപ്പാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത് ദ്വിതീയ സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നു. കൂടെ പറയോ? ഏതാ ഇപ്പൊ പറഞ്ഞത് 3 ഡയമെൻഷന്റെ? ഓക്കെ, 3 ഡയമെൻഷണൽ മോഡൽ. മിസ്സിന് സ്ലൈഡ് കാണത്തില്ലേ? കാണാമോ? കാണാം. അല്ല, അതില് നോട്ട് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, എനിവേ ഞാൻ പറയാം. 2 ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് സർഫേസ് ഓഫ് ദി എർത്തിനെയാണ് കാണിക്കുക. അതിന് എക്സാമ്പിൾ ആണ് മാപ്പ്. ദെൻ 3 ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ 3D ഫോം എന്നുള്ള ഓർമ്മിച്ചാൽ മതി. അത് നമ്മുടെ ഗ്ലോബ് ആണ്. അതായത് 3 ഡയമെൻഷണൽ എന്ന് പറയുന്നത് ഗ്ലോബും 2 ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് മാപ്പുമാണ് വരിക. ഓക്കെ ആയോ? ഓക്കെ, ഇനി അടുത്തതാണ് ദ്വിമാന സ്രോതസ്സുകളിൽ ഉൾപ്പെട്ടത് ഏത്? അതായത് സെക്കൻഡറി സോഴ്സ്. അപ്പൊ നമുക്ക് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഉറവിടം, ഇതെല്ലാം നമ്മുടെ ഈ പെഡഗോജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ്. അതായത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് സോഴ്സസ് എന്ന് പറയുന്ന ഭാഗം വരിക. അതിനകത്ത് പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സും ഉണ്ട്. ദെൻ പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രോം ദാറ്റ് പേഴ്സൺ, നമുക്ക് ഫസ്റ്റ് ഹാൻഡ് യൂസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതാണ് ഈ പറയുന്ന പ്രാഥമിക ഉറവിടങ്ങൾ എന്ന് പറയാം. അതായത് ഈ പറയുന്ന ഡയറീസ്, ഒഫീഷ്യൽ ആയിട്ടുള്ള റെക്കോർഡുകൾ, ഡയറീസ്, കോയിൻസ് തുടങ്ങിയവയൊക്കെയാണ് അതിൻ്റെ അകത്ത് വരിക. ദെൻ സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക്, റിസർച്ച് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഹിസ്റ്ററി ഓറിയന്റഡ് ആയിട്ട് ഏതെങ്കിലും സ്കോളേഴ്സ് എഴുതിയിട്ടുള്ള ബുക്കുകൾ, ദെൻ ബയോഗ്രാഫീസ്, എൻസൈക്ലോപീഡിയ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡറി സോഴ്സിൽ വരിക. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ദ്വിതീയ സ്രോതസ്സുകളിൽ ഉൾപ്പെട്ടത് ഏതെന്നുള്ളതാണ്. ന്യൂസ് പേപ്പർ, കോയിൻ, ഹിസ്റ്റോറിക്കൽ പെയിന്റിങ്സ്, ദെൻ സ്റ്റാമ്പ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഏതായിരിക്കും സെക്കൻഡറി സോഴ്സ്? അതായത് ഫസ്റ്റ് ഹാൻഡ് യൂസ് ആണ് പ്രൈമറി സോഴ്സ്. സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കൈമാറി വരുന്ന ഒരു സാധനമാണ്. കോയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രൈമറി ആണ്. ദെൻ ഹിസ്റ്റോറിക്കൽ പെയിന്റിങ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രൈമറി സെക്ഷനിലാണ് വരിക. ദെൻ സ്റ്റാമ്പ്സും അങ്ങനെ തന്നെ. ദെൻ ഉത്തരം മെയിൻ ആയിട്ട് വരാൻ സാധ്യത എന്ന് പറയുന്നത് ന്യൂസ് പേപ്പേഴ്സ് ആണ് വരിക. ദ്വിതീയ സ്രോതസ്, അതായത് അന്നത്തെ ന്യൂസ് പേപ്പർ, അതായത് ന്യൂസ് പേപ്പർ. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് 2 ഓപ്ഷൻസ് വേണേൽ എടുക്കാനായിട്ട് സാധിക്കും. ന്യൂസ് പേപ്പേഴ്സോ അല്ലെങ്കിൽ സ്റ്റാമ്പ്സോ നമുക്ക് വേണേൽ, സ്റ്റാമ്പ്സ് അല്ല, ഹിസ്റ്റോറിക്കൽ പെയിന്റിങ്സോ നമുക്ക് വേണേൽ പറയാം. പക്ഷെ നമുക്ക് കൂടുതലും ചാൻസ് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പേഴ്സ് ആണ്. അതായത് ഒരു സെക്കൻഡറി സോഴ്സ്, അതായത് നമ്മൾ സൂക്ഷിച്ചു വെച്ച് അതായത് ഒരു ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സാധനം എന്ന് പറയുന്നത് സെക്കൻഡറി സോഴ്സിൽ വരിക ഈ പറഞ്ഞ ന്യൂസ് പേപ്പേഴ്സ് ആണ്. സ്റ്റാമ്പ്സ് ആണെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നു, നമ്മൾ കാണുന്നു. ദെൻ ഹിസ്റ്റോറിക്കൽ പെയിന്റിങ്സും കോയിൻസും ആണെങ്കിലും അങ്ങനെ തന്നെ. ന്യൂസ് പേപ്പേഴ്സ് ആണ് കൂടുതലും അതിൻ്റെ അകത്ത് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കഴിഞ്ഞു. സബ്ജക്റ്റ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? പഠിപ്പിച്ച ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്ന് തോന്നുന്നു ടീച്ചറെ. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിച്ചാലോ?
ഓക്കെ, ഇവർക്ക് ഡൗട്ട് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവസാനിപ്പിക്കാം. പിന്നെ നിങ്ങൾ സോഷ്യൽ സയൻസുകാർക്ക് ക്ലാസ് നമ്മുടെ തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പഠിപ്പിച്ചതിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഓപ്പൺ ആണ്. ആ ഗ്രൂപ്പ് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് മാക്സിമം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതിനകത്ത് സംശയങ്ങൾ എന്തെങ്കിലും ചെറിയ നോട്ടുകളോ ഒക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്ക് റെഡിയാക്കാം. ഓക്കെ, ശരി ടീച്ചറെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ബാക്കി എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. ഇപ്പൊ തന്നെ എല്ലാവർക്കും ലീവ് ചെയ്യാം.